തളർന്നു കിടക്കുന്ന ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനും തരിപ്പ് മരവിപ്പ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ലൈംഗികപരമായിട്ടും ഒക്കെ പരട്ടാൻ പറ്റും. ശരീരം വാസകലം പരട്ടാൻ പറ്റുന്ന തൈലത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കേന്ദ്രമാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നബ്യശമ്പടി. തളർന്നു കിടക്കുന്ന ഞരമ്പുകളെ എന്ന് വെച്ചാൽ ചത്തു കിടക്കുന്ന ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു ഔഷധ പ്രയോഗമാണ് ഈ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങേയറ്റം എഫക്റ്റീവാണ്. ഏതൊരാൾക്കും തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടുത്തം വേദന മുതലായ സംഗതികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കോച്ചി പിടിക്കലും ഞരമ്പുകൾക്കുള്ള വലിച്ചിലും ഞരമ്പുകൾ രക്തോട്ടം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ബലഹീനതയായിട്ടുള്ളത്, അത് ഉദാഹരണത്തിനായിക്കോട്ടെ ശരീരം മൊത്തമായിക്കോട്ടെ ശരീരമാസകലം ചെയ്യാൻ പറ്റുന്ന ഒരു അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു തൈലാണ്. 250 ഗ്രാം കുറുന്തോട്ടി, 250 ഗ്രാം അശ്വഗന്ധം എന്ന് പറയും, അമക്കൂരം എന്ന് പറയുന്നതും കൂടി ഒരു 1/2 കിലോ വീതം എടുത്തു കഴിഞ്ഞാൽ, ഈ 1/4 കിലോ 250 ഗ്രാം വീതം രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായി ഒന്ന് ചതയ്ക്കുക. ചതച്ചതിന് ശേഷം കുറച്ചെടുത്തിട്ട് നമ്മളത് കൽക്കമാക്കാൻ വേണ്ടിയിട്ട്, കൽക്കം എന്ന് വെച്ചാൽ അതിന്റെ പൊടി എടുത്തിട്ട് മാറ്റി വെക്കുക. മറ്റത് എടുത്തിട്ട് നമ്മൾ ഒരു 21 നാഴി വെള്ളത്തിൽ കഷായം വെക്കുക. കഷായം വെച്ചിട്ട് അതൊരു 3 നാഴിയേക്ക് അല്ലെങ്കിൽ 2 നാഴിയേക്ക് വറ്റിക്കുക. വറ്റിച്ചതിന് ശേഷം എന്താന്ന് വെച്ചാൽ ഈ കൽക്കം ഇതും കൂടിയിട്ട് നല്ലെണ്ണയോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ആവാം 1/2 ലിറ്റർ എണ്ണയിലേക്ക് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ രണ്ടും, ഈ കൽക്കവും കഷായവും കൽക്കവും ഈ എണ്ണയും കൂടി ചേർത്ത് നമ്മളോട് കാച്ച് അതിൻ്റെ നല്ല പോലെ മൊരിയായി കഴിഞ്ഞാൽ മൊരിയുന്നതിനേക്കാൾ മുമ്പ് ഇറക്കി വെക്കുക. ഇത് നമ്മളെന്താ വെച്ചാൽ ശരീരം മൊത്തം പരട്ടാം. കാരണം വെച്ചാൽ ഈ ഞരമ്പിന്റെ വലിച്ചൽ, കോച്ചിപ്പിടുത്തം, പേശികൾ, കൈകാലുകൾ ശോഷിക്കുക, ഇതിനൊക്കെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ എടുത്തു പറയാണ്, നമ്മൾ ആദ്യം എന്താണ് കുറുന്തോട്ടി 250, അമക്കൂരം 250 എടുക്കുക. രണ്ടും കൂടി നന്നായി ചതയ്ക്കുക. കുറച്ചെടുത്തിട്ട് പൊടിച്ച് ഇതിന്റെ കൽക്കമായിട്ട് മാറ്റി വെക്കുക. ബാക്കിയുള്ളത് വെള്ളത്തിൽ കഷായം വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ വറ്റിക്കുക. കാരണം വെച്ചാൽ 2 നാഴിയായാലും 3 നാഴിയായാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത്രയും എണ്ണ ഇതിൽ കിടന്ന് വറ്റണം. അപ്പൊ അതുകൊണ്ട് മാക്സിമം കഷായം വറ്റിച്ചെടുക്കുക. അത് നാഴിയാക്കാൻ പറ്റുമെങ്കിൽ നാഴിയാക്കുക. നാഴിയാക്കിയതിന് ശേഷം എന്താണ് ഇത് 1/2 ലിറ്റർ എണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് കാച്ചി ഈ കൽക്കം കൂടി കാച്ചി എടുത്തതിന് ശേഷം നമ്മളത് പുരട്ടി 1 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ പിടിക്കണം എന്നുള്ളത് ഏത് തൈലം ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകതയാണ്. അത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എല്ലാ തരത്തിലുള്ള തരിപ്പ് ഇതൊക്കെ മാറി ഈ കർക്കിടക മാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി ഏറ്റവും നല്ലതുമാണ്. നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ഉത്തേജന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കുക. പൂർണ്ണമായിട്ടും ഫലം കിട്ടും എന്നുള്ളത് സംശയമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു. വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.